ഇനി എന്താണെന്നറിയില്ല കേട്ടോ, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പ് തുടങ്ങി. നമ്മൾ ചോറുണ്ണാനായിട്ട് എടുത്തു. ചോറിന് കൂട്ടാനായിട്ട് പയറും മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. നല്ല ബീൻസ് പയറായിരുന്നു. അതിനകത്തേക്ക് കുറച്ച് സബോളയും കുറച്ച് കാന്താരി മുളകൊക്കെ കീറിയിട്ട് വെച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല എരിവും ഉണ്ടായിരുന്നേ. പിന്നെ നമുക്ക് കൂട്ടാനായിട്ടൊരു ചമ്മന്തിയായിരുന്നു കേട്ടോ. കുറച്ച് കാന്താരി മുളകും കുറച്ച് തേങ്ങയും കുറച്ച് ചുമന്നുള്ളി ഉപ്പും കൂടെ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കാതെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത ചമ്മന്തിയായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുന്ന ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ ഏട്ടന് ചോറിനാനായിട്ട്. നമുക്കതുപോലെ നമുക്ക് അച്ചാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ട് വെച്ച അച്ചാറായിരുന്നു കേട്ടോ. അന്ന് ഇട്ട സമയത്ത് നല്ല പുളിയായിരുന്നെങ്കിൽ ഇപ്പോൾ കുറേശ്ശെ കയ്പ്പൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കയ്പ്പും പുളിയൊക്കെ ആയിട്ട് തൊട്ടുകൂട്ടാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് രാവിലെ വെച്ച് സാമ്പാറായിരുന്നു. കിഴങ്ങും സബോളയും ഉള്ളിയും പരിപ്പും മാത്രമായിട്ട് വെച്ച് സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമ്മളിന്ന് ഫുള്ള് വെജിറ്റേറിയൻ ആയിട്ട് ഇന്നത്തെ ഉച്ചഭക്ഷണം അങ്ങ് ലാവിഷായിട്ട് കഴിച്ചു കേട്ടോ.